CSEB പരീക്ഷയിലെ മാറ്റങ്ങൾ കൃത്യമായിട്ട് CSEB തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസിനെ ആദ്യമായിട്ടൊന്ന് അപഗ്രഥിക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ, അതുപോലെ നമ്മുടെ പഠനത്തിന്റെ രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം നമുക്കിപ്പോഴും CSEB തന്നിരിക്കുന്ന സിലബസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സഹകാരി എക്സ്പ്രസും കൂടെ ചേർന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ പഠനം കുറച്ചും കൂടി കാര്യക്ഷമമാക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് അത്യാവശ്യമാണ്. അപ്പോൾ PSC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷയ്ക്കും ഓരോ ടോപ്പിക്കിലും മൊഡ്യൂൾ തന്നിട്ട് ആ മൊഡ്യൂളിന് ഇത്ര മാർക്കാണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നിട്ടാണ് പരീക്ഷ നടത്തുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പഠിക്കേണ്ടുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പഠിക്കേണ്ടുന്ന കാര്യം വളരെ ഡീപ്പായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സെറ്റായിട്ട് ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഉറപ്പായിട്ടും CSEB-യിലെ രേഖാമൂലം നിങ്ങൾ എല്ലാവരും അല്ലേ ഒരു 10 പേര് ചേർന്നുകൊണ്ട് നിങ്ങൾ അതിനൊരു അപേക്ഷ കൊടുക്കുക. അതായത് നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് വേണം എന്നുള്ള രീതിയിലുള്ള അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ക്യാമ്പയിൻ നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്യാവുന്നതാണ്. കാരണം എല്ലാവരുടെയും ആവശ്യമാണ്, പൊതുവായിട്ടുള്ള ആവശ്യമാണ്. CSEB-യെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമായിരിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് അവരെന്താണ് ചോദിക്കുന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞു തന്നാൽ മാത്രം മതി അല്ലേ. വളരെ ന്യായമായിട്ടുള്ള കാലാകാലമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം കൂടെയാണ് ഈ ഒരു ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിക്കണം. അതിനുവേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള എന്ന കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന നമുക്ക് ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾ കഴിഞ്ഞ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൊന്നു മോനെ, കഥ ഇച്ചിരി മാറ്റമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ലെവൽ നമ്മൾ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം. അതായത് PSC ചോദിക്കുന്ന തരത്തിലുള്ള, ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം പിന്നെ വരുന്നത് എന്താണ്, മാത്സിന്റെ ഭാഗം പ്രധാനമായിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മെന്റൽ എബിലിറ്റിയെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നില്ല. അവിടെ ടെസ്റ്റ് ഓഫ് റീസണിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യുക്തി പരീക്ഷണം അല്ലേ. ഈ യുക്തി പരീക്ഷണത്തിന് അകത്ത് വരുന്ന ഭാഗങ്ങൾ മാത്രമാണോ, നേരത്തെ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ റീസണിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന ഭാഗങ്ങൾ മാത്രമാണോ പരീക്ഷയിൽ വരിക എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം മാത്സിൽ നമ്മളിപ്പോൾ ഈ 2 ടോപ്പിക്കും പഠിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യവും നമുക്ക് എന്താണ് CSEB-യിൽ ഉന്നയിക്കണം. എപ്പോഴും നമുക്ക് അടുത്ത പരീക്ഷ വന്നാലേ അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നെ വരുന്ന GK ആണ്. GK സംബന്ധിച്ചും ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കേരളത്തിന്റെ ഫാക്ട്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫാക്ട്സ്, അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള സിലബസ് തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറുന്നതാണ്. അപ്പോൾ GK ഇങ്ങനെ ഒരു പ്രശ്നം നോക്കുകൊണ്ട് 10 മാർക്കാണ് വന്നിട്ടുള്ളത് ഈ 3 മേഖല വീതം. അപ്പോൾ എങ്ങനെ 30 മാർക്കാണ് ഈ പറഞ്ഞ ജനറൽ ടോപ്പിക്ക് വരുന്നത്. വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ആ മേഖല പ്രിപ്പയർ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ. അതിനോടൊപ്പം ഇനി വരുന്നത് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണല്ലേ. സഹകരണത്തിൽ നമുക്ക് കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസും തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ പണ്ടും ഇതേപോലെ വെബ്സൈറ്റിലുള്ള സിലബസിലുള്ളത്. അതിനകത്ത് അവർ ഫോറിൻ കോപ്പറേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫോറിൻ കോപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ എഴുതി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിനോടൊപ്പം പിന്നെ അപ്പോൾ എല്ലാ മേഖലകളും, സഹകരണത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം പിന്നെ വരുന്നത് നിയമമാണല്ലേ. നിയമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ കണ്ടതാണ്. അതായത് നമ്മൾ നിയമം അറിഞ്ഞു വെച്ചാൽ മാത്രം പോരാ, നിയമത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയും വാക്കുകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പഠനം എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണം ആ ഒരു മേഖലയിലും. അപ്പോൾ എത്ര മക്കളെ, 30 60 മാർക്കായ അല്ലേ. ഇനി വരുന്നത് നമ്മുടെ 20 മാർക്ക് വീതമാണ് ബാങ്കിങ്ങിനും അക്കൗണ്ടിങ്ങിനും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസിന്റെ അഭാവം നമ്മളെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞ് ശ്രമിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാനായിട്ട് ഇറങ്ങിയിട്ടെന്ന്, ഞാൻ എന്തിനാ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി മറ്റുള്ളവർ ചോദിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കാതെ എല്ലാവരും ഒറ്റ മനസ്സോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനകത്തൊരു സിലബസ് ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ ഉണ്ടാവും. അത് നമുക്ക് തന്നാൽ മാത്രം മതി. നോ പ്രോബ്ലം, നോ വറീസ് അറ്റാൾ അല്ലേ. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാറ്റങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ്. വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാണ്. 1.5 മണിക്കുള്ളിലേക്ക് പരീക്ഷ മാറുന്നു, അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മാറുന്നു. മാറ്റങ്ങളെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബാച്ചുകളാണ് ഇപ്പോൾ നിലവിൽ സഹകാരി ആരംഭിക്കുന്നത്. ഏപ്രിൽ ആദ്യവാരം തന്നെ നമ്മുടെ അസ്ത്ര 2.0ന്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് ഓൺലൈനായിട്ട് വരുന്നുണ്ട്. അതുപോലെ അത്രയുടെ ഓഫ്ലൈൻ ബാച്ച്, അതായത് ബിഗിനേഴ്സിന് വന്ന് നമ്മുടെ ഹോസ്റ്റൽ സൗകര്യത്തോടൊപ്പം വരുന്ന സെറ്റായിട്ട് പഠിച്ച് ജോലിയുമായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ആ ഒരു ബാച്ചും ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനിഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാച്ച്. ഈ കഴിഞ്ഞ പരീക്ഷയിലും കിട്ടി സാറേ എനിക്ക് 52 മാർക്ക് അല്ലെങ്കിൽ 54 മാർക്ക്, എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നടത്തുന്ന ബാച്ചിന്റെ പേര് ആവേശം 2.0 എന്നാണ്. ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന ബാച്ചിന്റെ പേരും ആവേശം 2.0 ഓഫ്ലൈൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ആവേശം 2.0യുടെ ഉറപ്പായിട്ടും ഓൺലൈനിൽ നമുക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ലെവൽ എന്താണെന്ന് അറിയാൻ കഴിയില്ല, അവരെങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഉറപ്പായിട്ടും അതൊരു ഫീസ് കൺസെഷൻ റേറ്റിലാണ് നമുക്ക് ആവേശം 2.0 നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ചെറിയൊരു ഫീസ് മാത്രമേ അത് വരുന്നുള്ളൂ. ഫീസെല്ലാം നിങ്ങളെ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ആവേശം 2.0യുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിനകത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമുക്കൊരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ആവേശം 2.0 എന്ന് പറയുന്ന മെസ്സേജുകൾ അയച്ചാൽ മതി. നമുക്ക് എൻട്രൻസിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. എൻട്രൻസ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും എടുത്ത് പറയാം. നിങ്ങളൊരു വെറും ബിഗിനർ, ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് എൻട്രൻസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അവർ ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ ആവേശം 2.0 പങ്കെടുക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവത്തില്ല. കാരണം നമുക്കതിനെ അറിയാൻ പറ്റും, നിങ്ങളെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ള കാര്യം. ആ ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അതിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പരീക്ഷയെ ഉറപ്പിക്കാൻ വേണ്ടി ആവേശം 2.0 ഓഫ്ലൈൻ ആൻഡ് ഓൺലൈനും, അതുപോലെ ബിഗിനേഴ്സ് ഇപ്പോൾ തന്നെ JDC കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അതുപോലെ ഇപ്പോൾ BCom കോർപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഈ വരുന്ന 8 മാസം കൊണ്ട് നിങ്ങളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾ വെബിനാറിൽ പങ്കെടുക്കുക. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, ജില്ല, അതുപോലെ CSEB അസ്ത്ര എന്ന കോഡും കൂടെ ചേർത്തുകൊണ്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നമുക്ക് എന്തായാലും ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഒരു എയിം സെറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ ചേഞ്ച് അഷ്വർ ചെയ്യാൻ പറ്റുന്ന സെഷൻ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് നേരിട്ട് സംവദിക്കാം. താങ്ക് യു.